ഹലോ നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് ഒരു പാറമേൽ പണിത വീട്, അതിനെ പറ്റിയാണ് പറയണത് കേട്ടോ. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണവൻ. ലൂക്ക 6:48. ആധ്യാത്മികൻ്റെ മറുപേരാണ് ഉണർന്നിരിക്കുന്ന പാറാവുകാരൻ എന്നത്. ജീവിതം എന്ന വീടിനെ ഞാൻ നിരന്തരം പുതുക്കിപ്പണിത് ജാഗ്രതായ കാവലേർപ്പെടുത്തണം. അല്ലെങ്കിൽ കള്ളന്മാർ ഏതു രൂപത്തിലും അതിനുള്ളിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിക്കാം. പലതും മോഷ്ടിച്ചെടുത്തുകൊണ്ടു പോകാം. മത്സരത്തിൻ്റെയും അസൂയയുടെയും മാർഗങ്ങളൊന്നും തന്നെ ഇതിലില്ല. കേവലം ജാഗരൂകത മാത്രം. മരാമത്തില്ലാത്ത വീട് വീണുടയുകയും ജാഗരൂകതയില്ലാത്ത പാറാവ് പരാജയമടയുകയും ചെയ്യും. ഉണർന്നിരിക്കുന്ന പാറാവുകാരനാവുക എന്നത് ഒരുവൻ്റെ ജീവിത നിയോഗമാകണം. വീടിനെ നയിക്കാനും നിയന്ത്രിക്കാനും അതിനുള്ളിലുള്ളതിനെ കാക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥ ലോക ജേതാവ്. സെൻ ഗുരുക്കളിലൊരാൾ നഗരത്തിലെത്തി. എന്നാൽ രാജാവ് അയാളെ സ്വീകരിക്കാൻ സന്നദ്ധനല്ലായിരുന്നു. ഞാൻ മഹാനായ ചക്രവർത്തിയാണ്, അയാളാകട്ടെ വെറും യാചകനും. പിന്നെന്തിനു ഞാൻ പോകണം എന്നായിരുന്നു രാജചിന്ത. വിവേകമതിയായ അയാളുടെ മന്ത്രിമുഖ്യൻ പ്രകോപനമുണർത്തി സംസാരിച്ചു. പ്രഭോ, അങ്ങു ചെന്ന് ഗുരുവിനെ കാണുന്നില്ലെങ്കിൽ എൻ്റെ രാജി ഇതാ സ്വീകരിച്ചാലും. അതു പക്ഷേ രാജാവിനെ താങ്ങാനാവുമായിരുന്നില്ല. അത്ര കണ്ട് വിവേകിയും പക്വമതിയും ജ്ഞാനവൃദ്ധനുമായിരുന്നു അദ്ദേഹം. എന്തിനാണ് നിങ്ങൾ എന്നെ നിർബന്ധിക്കുക? ഞാൻ ചക്രവർത്തിയും അയാൾ യാചകനുമായിരിക്കുന്നിടത്തോളം കാലം. പ്രഭോ, തുറന്നു പറഞ്ഞാൽ അദ്ദേഹമാണ് യഥാർത്ഥ ചക്രവർത്തി, താങ്കൾ യാചകനും. വാസ്തവത്തിൽ എന്താണ് അങ്ങയുടെ സമ്പത്ത്? മരണമെത്തുമ്പോൾ അപ്രത്യക്ഷമാകുന്ന കുറച്ച് വസ്തുക്കൾ മാത്രം. എന്നാൽ ഗുരുവിൻ്റെ സമ്പാദ്യങ്ങൾ മരണത്തിനെന്നല്ല ആർക്കും കവർന്നെടുക്കാനാവാത്തവയാണ്. യുവരാജാവ് ഗുരുവിനെ സന്ദർശിക്കാൻ മനസ്സില്ലാ മനസ്സോടെ തേരിലെത്തി. രാജാവ് ഗുരുവിനു മുമ്പിൽ നമിക്കവേ സെൻഗുരു മുഴിഞ്ഞു. യാചകനു മുമ്പിൽ എന്തിനാണ് പ്രഭോ ശിരസ്സു നമിക്കുന്നത്? ആത്മാവിൻ്റെ യജമാനനാകുന്നതിലാണ് കാര്യം. അവൻ്റെ സത്തയിൽ നിറയെ പ്രകാശമായിരിക്കും. ഓരോ പ്രവൃത്തിയും ഈയൊരു അവബോധത്തിൽ നിന്നാണ് ജനിക്കുന്നതും സമഗ്രതയും പൂർണ്ണതയും നിറഞ്ഞ കർമ്മങ്ങളാണത്. ക്രിസ്തുവിൻ്റെ ഒറ്റ അങ്കി പോലെ കീറിമുറിക്കാത്ത ശകലീകൃതമാകാത്ത അങ്കി. ആകാശത്ത് പറക്കുന്ന പറവയെപ്പറ്റി മഹാഗുരു പറഞ്ഞു. അവ കാൽപ്പാടുകളൊന്നും അവശേഷിപ്പിക്കുന്നില്ലല്ലോ. കൊക്കിലൊതുങ്ങുന്നത് മാത്രം കൊത്തിപ്പെറുക്കി നീങ്ങുന്ന വയൽക്കിളികൾ മനുഷ്യർക്ക് ധ്യാന വിചാരമാകണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരിക്കൽ ഞാൻ പുറത്തു കടന്നതുപോലെ മനസ്സിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കണം. മനസ്സിൻ്റെ പൊക്കിൽക്കണ്ണി മുറിച്ച് ബോധത്തിലേക്ക് ഉണരുന്നതാണിത്. എങ്കിലേ സ്വന്തം മനസ്സിനെ വരുതിയിലാക്കാൻ കഴിയൂ. സ്നാപകൻ പറഞ്ഞതുപോലെ വളഞ്ഞ വഴികൾ നേരെയാകുന്നതും താഴ്വാരങ്ങൾ ഉയർത്തപ്പെടുന്നതും പരുപരുത്തവ മൃദുലമാകുന്നതും അപ്പോഴാണ് സത്യാത്മകത, നിഷ്കളങ്കത, അവബോധം, ആത്മജ്ഞാനം എന്നൊക്കെ പറയുന്ന നിർവ്വാണത്തിലേക്ക് ഒരുവൻ ഉയർത്തപ്പെടുന്നതും അങ്ങനെയാകണം. നിർവ്വാണം എന്നാൽ ആലങ്കാരിക ഭാഷയിൽ മെഴുകുതിരി ഊതിക്കെടുത്തുക എന്നാണ്. പിന്നെ വെളിച്ചം അപ്രത്യക്ഷമാകും. ഇതുപോലെ ഈഗോ ഊതിക്കെടുത്തിയാൽ ഞാനും എൻ്റെ മനസ്സും അപ്രത്യക്ഷമാകും. സമുദ്രത്തിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളി പിന്നെ സമുദ്രമായി മാറുകയും വെള്ളത്തുള്ളിയെ കണ്ടെത്താനാകാതെ പോകുകയും ചെയ്യുന്നത് പോലെ വെള്ളത്തുള്ളി പിന്നെ ഒന്നുമല്ല, പെരുമ മാത്രം, ശൂന്യത മാത്രം. ഉണർന്നിരിക്കുന്ന പാറാവുകാരനു കൈവരുന്ന അതുല്യതയാണിത്. ഒരൊറ്റ ദിനം കൊണ്ടൊന്നും സംഭവിക്കുന്നതില്ലിത്. ജൈന ഗുരുക്കളെ പോലെയാണത്. സന്യാസ പ്രവേശന സമയത്ത് അവർ ചെറുതോതിൽ നഗ്നരാകും. എന്നാൽ ഏറെ വർഷങ്ങൾ കൊണ്ടാണ് പൂർണ്ണ നഗ്നത സംഭവിക്കുക. ആദ്യം വസ്ത്രം 3 എണ്ണമെങ്കിൽ പിന്നീടത് 2 ഒന്നുമാക്കി പിന്നെ പൂർണ്ണമായി ഉപേക്ഷിക്കും.
നഗ്നത പിന്നെ അവനിൽ നാണമുണ്ടാക്കുന്നില്ല. ഒരിക്കൽ എൻ്റെ ഉടലും ഇങ്ങനെ അഴിഞ്ഞില്ലാതാകുമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അർദ്ധനഗ്നനായി ഭാരതത്തിലുടനീളം അലഞ്ഞ മഹാത്മാവിലും ഈയൊരു പാറാവുണ്ടായിരുന്നു. ജോസഫ് ലെലിവീൽസിൻ്റെ ഗ്രേറ്റ് സോൾ മഹാത്മാ ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ എന്ന പുസ്തകം ഉയർത്തിയ അലയൊലിയിൽ ഗാന്ധിജിയുടെ ഈ ആന്തരജീവിതവും മരാമത്തും കുറെ കൂടി പ്രകാശമുള്ളതായി എന്നതാണ് സത്യം. താങ്ക് യു.